മസ്കത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന മലയാളികളടങ്ങുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് മസ്കത്ത് സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റൂവി സുൽത്താൻ ഖാബൂസ് മസ്ജിദ് പരിസരത്ത് ഹൃദയസ്പർശിയായ യാത്രയയപ്പ് നൽകി. ഇന്ത്യക്കാരായ 86 ഹാജിമാരാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്. ഇതിൽ 39 പുരുഷന്മാരും 27 സ്ത്രീകളും ഉൾപ്പെടെ 66 പേർ മലയാളികളാണ്. 20 പേർ ഇതര സംസ്ഥാനക്കാരും. തീർത്ഥാടകരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവർ യാത്രയയപ്പ് ചടങ്ങിനെത്തിയിരുന്നു. മസ്കത്ത് സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജി, അസീസ് ഹാജി കുഞ്ഞിപ്പള്ളി, മുസ്തഫ ഹാജി മട്ടന്നൂർ, ഹാഷിം ഫൈസി, ഫസൽ റഹ്മാൻ ദാരിമി, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ താജുദ്ദീൻ കെ.എ, മീഡിയ വൺ റെസിഡന്റ് മാനേജർ ഷക്കീൽ ഹസൻ, അൽബാജ് ബുക്സ് മാനേജർ ഷൌക്കത്ത് എന്നിവർ ഹാജിമാർക്ക് ആശംസ നേരാനെത്തി. ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൗലവി പ്രാർത്ഥന നിർവഹിച്ചു. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചതിനു സർവശക്തനെ സ്തുതിക്കാനും അതോടൊപ്പം ലോകത്തെമ്പാടും സമാധാനം പുലരാനുമുള്ള പ്രാർത്ഥനകളിൽ ഇനിയുള്ള നാളുകളിൽ സജീവമാകാനും ഷക്കീർ ഫൈസി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. കൺനിറഞ്ഞ പ്രാർത്ഥനകളോടെയും അതിരറ്റ സ്നേഹവായ്പകളോടെയും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഹാജിമാരെ യാത്രയാക്കി. വൈകിട്ട് 3-ന് മസ്കത്ത് അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നും ഹാജിമാർ മദീനയിലേക്ക് പുറപ്പെട്ടു. നേരത്തെ സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 86 ഹാജിമാർക്കും 5 ദിവസങ്ങളിലായി ഹജ്ജ് പഠന ക്ലാസും ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ജൂൺ 1-ന് ഹാജിമാർ മസ്കത്തിൽ തിരിച്ചെത്തും. ഇത്തവണ 14,000 പേർക്കാണ് ഒമാനിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.